ക്യാമ്പ് അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒമാനിലെ എല്ലാ കൂട്ടുകാരും ഫ്രണ്ട്സും ചേർന്ന് ഒത്തുകൂടി ഒരു നൈസ് ഒരു ഈവനിങ് കിട്ടുന്നൊരു സമയമാണ് ഈ തണുപ്പ് സീസൺ എന്ന് പറയുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത്. ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലങ്ങളിൽ ജബൽ ഷംസോ ജബൽ അക്തറോ ജബൽ ഹത്തോ അങ്ങനെ മാറി മാറി ഓരോരുത്തരത്ത് ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അവസരങ്ങൾ ഒത്തുവരുന്നത് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നതും പോലെ ഇരിക്കും. മസ്കത്തിൽ നിന്ന് കേവലം 29 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിട്ടുന്ന ബന്ദർ അൽ ഹൈറാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒമാനിൽ തണുപ്പ് കാലം എത്തിയതോടെ ക്യാമ്പിങ്ങുകളും വളരെയധികം സജീവമാണ്. കനത്ത ചൂടിൽ നിന്നും മാറി ശൈത്യകാലം എത്തിയതോടെ മസ്കത്തിലെ മലയോര പ്രദേശങ്ങളിൽ രാത്രികാല കാഴ്ചകൾ ഇങ്ങനെയാണ്. മലമുകളിൽ ടെന്റുകളടിച്ച് ഉദയാസ്തമയങ്ങൾ ആസ്വദിക്കാൻ തമ്പടിക്കുന്നവരാണ് ഇവരിൽ മിക്കവരും. പുലരിയിലെ നയനമനോഹര കാഴ്ചകൾ ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടെ പലരും ടെന്റുകളിൽ രാപ്പാർക്കും. ആ വശ്യമനോഹര കാഴ്ചകൾക്ക് ചാരുത പകരുന്ന പ്രദേശമാണ് മസ്കത്തിലെ ബന്ദർ അൽ ഹൈറാൻ. ജോലിഭാരമെല്ലാം ഇറക്കിവെച്ച് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമൊപ്പം നല്ല നിമിഷങ്ങൾ പങ്കിടാനെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ആശ്വാസ കേന്ദ്രമായി മാറുകയാണിവിടം. Every year means almost every week we will be enjoying. And we do camping, you can see families here, we enjoy with family a lot. So we wait for winter season, we wait when the October is starting and then mid of October onwards it start getting better. നക്ഷത്രാങ്കിത ആകാശവും നിലാവുള്ള രാത്രികളും ആസ്വദിച്ച് പുലരും വരെ തങ്ങുന്നവർക്ക് പുതു ഉന്മേഷം പകരുന്ന പ്രകൃതിയാണ് ബന്ദർ അൽ ഹൈറാനിൻ്റേത്. രാവിരുട്ടിയാൽ ഈ മലമുകളിലേക്ക് വാഹനങ്ങളുടെ പ്രവാഹമായിരിക്കും. കയറ്റവും ഇറക്കവും ദുർഘടം പിടിച്ച വളവുകളും താണ്ടി മസ്കത്തിൽ നിന്ന് 29 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുക. കൂട്ടമായി എത്തുന്നവരിൽ ചിലർ പാട്ടുപാടി നൃത്തം ചെയ്യും, ഭക്ഷണം പാകം ചെയ്യും, മസാല ചായയുടെ രുചിയും നുകർന്ന് നേരം പോക്ക് പറയും. ഒട്ടുമിക്കവരും എല്ലാ സജ്ജീകരണങ്ങളുമായാണ് ബന്ദർ അൽ ഹൈറാനിൽ എത്താറുള്ളത്. തണുപ്പ് കാലമായതോടെ ക്യാമ്പിംഗ് ടെന്റുകളും മറ്റു സാധനങ്ങളും വിപണിയിൽ സുലഭവുമാണ്. നവംബർ മുതൽ ഏപ്രിൽ അവസാനം വരെ ബന്ദർ അൽ ഹൈറാനിൽ ഇതായിരിക്കും കാഴ്ച.